നമസ്കാരം. കശ്മീരിലുണ്ടായ ഭീകരാക്രമണത്തിന് ഇന്ത്യ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് പാകിസ്ഥാനും ലോകവുമെല്ലാം ഉറ്റുനോക്കുന്നത്. കശ്മീരിലുണ്ടായ ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ നടപടികൾ കടുപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ. ചില നിർണായക തീരുമാനങ്ങളിലേക്ക് കടന്നിരുന്നു. അതിൽ ആദ്യത്തേത് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചുകൊണ്ടുള്ളതാണ്. പാകിസ്ഥാന്റെ വെള്ളം കുടിമുട്ടുമെന്ന കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. പാകിസ്ഥാനിലെ ഹൈക്കമ്മീഷനിലെ പ്രതിരോധ ഉദ്യോഗസ്ഥരെ പുറത്താക്കി കഴിഞ്ഞു. പാകിസ്ഥാൻ പൗരന്മാരുടൻ ഇന്ത്യ വിടണം. വാഗ അട്ടാരി അതിർത്തി അടച്ചു. പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണം 30 കുറച്ചു. സൈന്യത്തോട് സജ്ജമാകാൻ നിർദ്ദേശവും നൽകി കഴിഞ്ഞു. ഇങ്ങനെ ചില നിർണായകമായ തീരുമാനത്തിലേക്ക് ഇന്ത്യ എത്തിയിരുന്നു. നടപടികൾ ഇനിയും കടുപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. സൈനികമായും തന്ത്രപരമായും എങ്ങനെ മുന്നോട്ട് പോകാം എന്നതിനെക്കുറിച്ചും എത്ര നാൾ നീണ്ടുപോകും എന്നതിനെക്കുറിച്ചുമെല്ലാം കൃത്യമായ പദ്ധതി തയ്യാറാക്കി വരുന്നുണ്ട്. ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്കിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാൻ ഇത്തിരി പാടുപെടും. പാകിസ്ഥാനിലും തിരക്കിട്ട നീക്കങ്ങൾ നടക്കുകയാണെന്നാണ് വിവരം. അറബിക്കടലിൽ പാക് തീരത്തോട് ചേർന്ന് നാവികാഭ്യാസം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. മിസൈൽ പരീക്ഷണം നടത്തിയേക്കുമെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് ഉൾക്കടലിലേക്ക് നീങ്ങിയെന്നും വിവരത്തിലുണ്ട്. ഇന്ത്യയുടെ നയതന്ത്ര തിരിച്ചടിക്ക് പിന്നാലെ പാകിസ്ഥാനിൽ നിന്ന് ദേശീയ സുരക്ഷാ കമ്മിറ്റിയുടെ യോഗം ഉൾപ്പെടെ ചേരുമെന്നാണ് അറിയുന്നത്. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വിളിച്ച യോഗത്തിൽ പ്രധാന ക്യാബിനറ്റ് മന്ത്രിമാരും സുരക്ഷാ സേനയിലെ ഉന്നതരുമെല്ലാം പങ്കെടുക്കും. പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്കായി ഊർജിത തിരച്ചിൽ തുടരുകയാണ്. ആ നരാധമന്മാർക്ക് കടുത്ത ശിക്ഷ തന്നെയാണ് നൽകേണ്ടത്. സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയത്. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മു കാശ്മീരിലും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ ബാരാമുള്ളയിലും കുഗൽഗാമിലെ ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായ സാഹചര്യത്തിൽ കൂടിയാണ് നടപടി. നിയന്ത്രണ രേഖയുടെ ഭാഗത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കശ്മീരിലുണ്ടായ മാറ്റം പാകിസ്ഥാനെ വല്ലാതെ പ്രകോപിപ്പിച്ചിരുന്നു. അതിനുള്ള പ്രധാന കാരണം കശ്മീരിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ കുറഞ്ഞിരുന്നു എന്നതാണ്. കൂടാതെ ഹർത്താലുകൾ, പ്രതിഷേധങ്ങൾ, കല്ലേറ് എന്നിങ്ങനെ ജനങ്ങളുടെ സാധാരണ ജീവിതത്തെ തടസ്സപ്പെടുത്തിയിരുന്ന സംഭവങ്ങളെല്ലാം പഴങ്കഥകളായി മാറിയിരുന്നു. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഭീകരർക്ക് കശ്മീരിൽ പഴയതുപോലെ അഴിഞ്ഞാടാൻ സാധിച്ചിരുന്നില്ല. അവിടുത്തെ ജനങ്ങൾ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരികയായിരുന്നു. നിരവധി തൊഴിലവസരങ്ങൾ കാശ്മീരിൽ ഉണ്ടാവുകയും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരുകയും ഒക്കെ ചെയ്തിരുന്നു. വികസനമായിരുന്നു കശ്മീരിൽ സംഭവിച്ച പ്രധാനപ്പെട്ട മാറ്റം. ഈ മാറ്റങ്ങളൊന്നും എന്തുകൊണ്ടോ പാകിസ്ഥാനിലെ ഭീകരർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ടൂറിസത്തിന്റെ സാധ്യതകൾ കശ്മീർ ഇപ്പോൾ പരമാവധി പ്രയോജനപ്പെടുത്തി ഏറെ മുന്നിലായി വരികയായിരുന്നു. ഇത്തവണ ഭീകരർ ആക്രമിച്ചത് ഇന്ത്യൻ സൈനികരെയല്ല, മറിച്ച് കശ്മീരിൽ വിനോദസഞ്ചാരത്തിനെത്തിയ സാധാരണക്കാരെയായിരുന്നു. ഈ ആക്രമണത്തിന് വലിയ വില തന്നെ പാകിസ്ഥാൻ നൽകേണ്ടി വരും. ഭീകരവാദത്തിന് കുടപിടിക്കുന്ന പാകിസ്ഥാന് ഇന്ത്യ ഒരിക്കലും മാപ്പ് നൽകില്ല. ഒരിക്കലും ഭീകരവാദത്തിനോട് സന്ധി ചെയ്യില്ല എന്നത് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട്. ആ നിലപാടിൽ ഇന്ത്യ എക്കാലവും ഉറച്ചു നിന്നിട്ടുമുണ്ട്. ഇന്ത്യ കയറിച്ചൊറിഞ്ഞ പാകിസ്ഥാനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. ഡൽഹിയിൽ തിരക്കിട്ട യോഗങ്ങൾ നടക്കുകയാണ്. പാകിസ്ഥാനെതിരെ പ്രതിരോധം ശക്തമാക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.